നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. 10ാമത് അറബ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ബഹ്റിൻ ദേശീയ ഹാൻഡ്ബോൾ ടീം വിജയിച്ചു. മെയ് 11 വരെ കുവൈറ്റിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇറാഖിനെതിരെ 28-26 എന്ന സ്കോറിനാണ് ബഹ്റിൻ വിജയം കൈവരിച്ചത്. മികച്ച പ്രകടനത്തിന് ഹസൻ മിർസയെ കളിയിലെ താരമായി തിരഞ്ഞെടുത്തു. ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ഗ്രൂപ്പ് 2 മത്സരത്തിൽ ബഹ്റിൻ ഈജിപ്തിനെ നേരിടും. ബാപ്കോ കമ്പനിയിലെ യൂണിറ്റിലുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ബഹ്റിനി സ്വദേശിയായ തൊഴിലാളി മരിച്ചു. ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ബഹ്റിനി സ്വദേശിയായ ഹുസാം അഹമ്മദാണ് ഇന്നലെ മരണത്തിന് കീഴടങ്ങിയത്. സംഭവ ദിവസം ജീവനക്കാരായ ബഹ്റിനി സ്വദേശി മുഹമ്മദ് ഷഹാബി, സെർബിയൻ സ്വദേശി ഡെജാൻ കോക്ക എന്നിവർ മരിച്ചിരുന്നു. വിഷവാതകം ശ്വസിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. ആഭ്യന്തര സിവിൽ ഡിഫൻസ് മന്ത്രാലയത്തിലെ അടിയന്തര സംഘങ്ങളും ബാപ്കോ റിഫൈനിംഗിന്റെ പ്രത്യേക അടിയന്തര സംഘവും അപകടസ്ഥലത്ത് ഉടനെത്തിച്ചേരുകയും നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു. പെട്ടെന്ന് തന്നെ ചോർച്ച അടച്ച് ജോലി പുനരാരംഭിച്ചതിനാൽ സ്ഥിതിഗതികൾ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും കമ്പനി അറിയിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സ്വതന്ത്ര അന്വേഷണ സംഘത്തെയും ബാപ്കോ നിയമിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ കോഴിക്കോട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയായ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ കാലിക്കറ്റ് വൈബ്സ് എന്ന പേരിൽ മനാമ ഗാർഡനിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി സംഘടിപ്പിച്ച നിരവധി വിനോദ മത്സരങ്ങളും കാലിക്കറ്റ് വൈബ്സിന്റെ മാറ്റുകൂട്ടി. പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാരായ നിരവധി പേർ കാലിക്കറ്റ് വൈബ്സിൽ പങ്കെടുത്തു. പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ രക്ഷാധികാരി കെ ജനാർദ്ദനൻ കാലിക്കറ്റ് വൈബ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പ്രസിഡന്റ് ശിവകുമാർ കൊല്ലറോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പ്രജി ചേവായൂർ സ്വാഗതവും ട്രഷറർ മുസ്തഫ കുന്നുമ്മൽ നന്ദിയും രേഖപ്പെടുത്തി. പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിഭാഗം കാലിക്കറ്റ് വൈബ്സിന് നേതൃത്വം നൽകി. ബഹ്റിൻ AKCC രാസലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ കർമ്മസേന കൺവീനർ ജൻസൺ ഡേവിഡിന് പതാക കൈമാറി പ്രസിഡന്റ് ചാൾസ് ആലൂക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്നേഹജ്വാല കൊളുത്തി അംഗങ്ങൾ രാസലഹരിക്കെതിരെ പ്രതിജ്ഞ ചെയ്തു. ജസ്റ്റിൻ ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാരകമായ സിന്തറ്റിക് ലഹരിക്കെതിരെ സമൂഹം ഒന്നടങ്കം പോരാടേണ്ട സാഹചര്യമാണ് എന്ന് ചാൾസ് ആലൂക്ക പറഞ്ഞു. രാസലഹരിയെ ഒറ്റക്കെട്ടായി ചെറുക്കാൻ സമനസ്കരായ എല്ലാവരുടെയും സഹകരണം കൺവീനർ ജൻസൺ അഭ്യർത്ഥിച്ചു. ജസ്റ്റിൻ ജോർജ്, മോൻസി മാത്യു, രതീഷ് സെബാസ്റ്റ്യൻ, അലസ്കറിയ, ജെസ്സി ജൻസൺ, മെയ്മോൾ ചാൻസ്, അജിത ജസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി. GB അലക്സ് സ്വാഗതവും ജോൺ ആലപ്പാട്ട് നന്ദിയും രേഖപ്പെടുത്തി. OICC ബഹ്റൈൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. OICC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മോഹൻ കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ബൈജു ചെന്നിത്തല സ്വാഗതം ആശംസിച്ചു. യോഗം OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയും മിഡിൽ ഈസ്റ്റ് കൺവീനറുമായ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. OICC ആക്ടിംഗ് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമായ ബോബി പാറയിൽ, ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള പ്രദീപ് മേപ്പയൂർ, സന്തോഷ് ബാബു, തോമസ് ഫിലിപ്പ്, ദീപക് പ്രഭാകർ, സജീവ് ഫിലിപ്പ്, തോമസ് ബേബി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചാരിറ്റി വിംഗ് കൺവീനർ ജോയി ചുനക്കര കൃതജ്ഞത രേഖപ്പെടുത്തി. മാവേലിക്കര നിയോജക മണ്ഡലം ഭാരവാഹികളായി ബോണി മുളപ്പാമ്പള്ളിനെ പ്രസിഡന്റായി, അരുൺ എസ് ഉണ്ണിത്താനെ ജനറൽ സെക്രട്ടറിയായും, അനന്തു പ്രസാദിനെ ട്രഷററായും, പ്രസാദ് വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. ബഹ്റൈനിലെ വടകരക്കാരുടെ കൂട്ടായ്മയായ വടകര സഹൃദയവേദിയുടെ വനിതാ വിഭാഗത്തിന്റെ 2025-27 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. സംഘടനയുടെ പ്രസിഡന്റ് അഷ്റഫ് NPയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ രക്ഷാധികാരി R പവിത്രൻ, സെക്രട്ടറി MC പവിത്രൻ, വൈസ് പ്രസിഡന്റ് MM ബാബു, കലാവിഭാഗം സെക്രട്ടറി സുനിൽ വില്യാപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. സഹൃദയവേദിയുടെ ഒട്ടനവധി വനിതാ അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ വിപുലമായ നിർവാഹക സമിതിയും രൂപീകരിച്ചു. സന്ധ്യ വിനോദ് പ്രസിഡന്റ്, ശ്രീജി രഞ്ജിത്ത് സെക്രട്ടറി, അനിത ബാബു ട്രഷറർ, നിഷ വിനീഷ് വൈസ് പ്രസിഡന്റ്, പ്രീജ വിജയൻ ജോയിന്റ് സെക്രട്ടറി എന്നിവർ ചുമതലയേറ്റു. വടകര സഹൃദയവേദിയുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി മെയ് 31 വരെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നു. ക്യാമ്പയിൻ വഴി അംഗത്വം സ്വീകരിക്കുവാൻ താൽപര്യപ്പെടുന്നവർ സംഘടനയുടെ മെമ്പർഷിപ്പ് സെക്രട്ടറിയെ 66916711 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രവാസി വെൽഫെയർ മെയ് ഫെസ്റ്റിന്റെ ഭാഗമായി മെഡ്കെയറുമായി സഹകരിച്ച് പ്രവാസി സെന്ററിൽ സംഘടിപ്പിച്ച മെയ് ഫെസ്റ്റ് മീറ്റ് യുവർ ഡോക്ടർ കൺസൾട്ടേഷൻ ശ്രദ്ധേയമായി. മീറ്റ് യുവർ ഡോക്ടർ കൺസൾട്ടേഷനിൽ ബഹ്റൈനിലെ പ്രഗത്ഭ ഡോക്ടർമാരായ ഡോക്ടർ അനൂപ് അബ്ദുള്ള, ഡോക്ടർ ദീപക്, ഡോക്ടർ നജീബ് അബൂബക്കർ, ഡോക്ടർ ജെയ്സ് ജോയ്, ഡോക്ടർ ഗായത്രി ആർ പിള്ള, ഡോക്ടർ ഫമിൽ അരഞ്ഞിക്കൽ എന്നിവരും ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നദ ഇവിയും രോഗപരിശോധനയും ആരോഗ്യ ബോധവൽക്കരണവും നടത്തി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആവശ്യമായ മരുന്നുകൾ മെഡ്കെയറിന്റെ നേതൃത്വത്തിൽ നൽകുകയും ചെയ്തു.
സാമൂഹ്യ പ്രവർത്തകരായ സാനി പോൾ, മൊയ്തീൻ KT, ഫസലുൽ ഹഖ്, അസീൽ അബ്ദുൾ റഹ്മാൻ, സുബൈർ MM, അനീസ് VK, ജവാദ് വക്കം, സമീർ ഹസൻ, ബഷീർ KP തുടങ്ങിയവർ മീറ്റ് യുവർ ഡോക്ടർ ക്യാമ്പ് സന്ദർശിച്ചു. പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ, ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് അലി, മെഡ്കെയർ കോർഡിനേറ്റർ അനസ് കാഞ്ഞിരപ്പള്ളി, ഷാഹുൽ ഹമീദ് വെന്നിയൂർ, അബ്ദുള്ള കുറ്റ്യാടി, മൊയ്തു TK, മെഡ്കെയർ എക്സിക്യൂട്ടീവുകൾ, പ്രവാസി മിത്ര എക്സിക്യൂട്ടീവുകളായ സബീന അബ്ദുൽ ഖാദർ, സാബിറ നൌഫൽ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. ബഹ്റൈൻ പ്രവാസിയായ റോയി പൂച്ചേരിൽ എഴുതിയ അക്ഷരമുറ്റത്തെ ശലഭങ്ങൾ എന്ന കവിത 2026 അധ്യയന വർഷം CBSE 7ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലേക്ക് ഉൾപ്പെടുത്തുവാനായി തിരഞ്ഞെടുത്തു. ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാസ്വേർഡ് പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പത്രങ്ങളിലും വാരാന്ത്യ മാസികകളിലും കവിതകളുമായി നിറഞ്ഞു നിൽക്കുന്ന ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് റോയി പൂച്ചേരിൽ. ബഹ്റൈനിൽ കുടുംബമായി താമസിക്കുന്ന റോയി പൂച്ചേരിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഓഫീസ് മാനേജറായി ജോലി ചെയ്യുന്നു. കവിത പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതിൽ പാസ്വേർഡ് പബ്ലിക്കേഷൻസിനോടും ലഭിച്ച ഈ വലിയ അംഗീകാരത്തിന് ആശംസകളും അനുമോദനങ്ങളും അറിയിച്ച എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന വിഭാഗമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്യായോസ് തിരുമേനിയുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച 12ാമത് സ്മൃതി കലാകായികമേളയുടെ ഗ്രാൻഡ് ഫിനാലെ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് K. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിന് കത്തീഡ്രൽ വികാരിയും യുവജന പ്രസ്ഥാനം പ്രസിഡന്റുമായ റവറന്റ് ഫാദർ ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ചു. കോന്നി MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ജനറൽ കൺവീനർ സിജു ജോർജ് സ്മൃതി 2025 അവലോകനം നടത്തി. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ തോമസുകുട്ടി PN, കത്തീഡ്രൽ സെക്രട്ടറി ബിനു മാത്യു ഈപ്പൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കത്തീഡ്രൽ ആക്ടിംഗ് ട്രസ്റ്റി സുജിത് എബ്രഹാം, യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് റിനി മോൻസി, പ്രസ്ഥാനം ട്രഷറർ ജേക്കബ് ജോൺ, സ്റ്റാർ വിഷൻ ഇവന്റ്സ് ഡയറക്ടർ സേതുരാജ് കടക്കൽ, ആർട്സ് കൺവീനർ ക്രോണി തോമസ് മാത്യു, സ്പോർട്സ് കൺവീനർ സിമി പ്രിൻസ് എന്നിവർ സന്നിഹിതരായിരുന്നു. യുവജന പ്രസ്ഥാനം സെക്രട്ടറി ബോണി മുളപ്പാമ്പള്ളിൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ജുബിൻ തോമസ് നന്ദിയും രേഖപ്പെടുത്തി. അലീന സണ്ണി അവതാരകയായിരുന്നു. മാർച്ച് 20 പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ അനുസ്മരണ യോഗത്തെ തുടർന്ന് ആരംഭിച്ച ഈ വർഷത്തെ സ്മൃതി കലാകായിക മത്സരങ്ങളിൽ 6 ഗ്രൂപ്പുകളിലായി 148 മത്സരങ്ങളിൽ 541 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. ഈ മത്സരങ്ങളിൽ നിന്നും 228 വിജയികൾക്കായി 515 സമ്മാനങ്ങളാണ് ഗ്രാൻഡ് ഫിനാലെയിൽ സമ്മാനിച്ചത്. സമ്മാനദാന ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണയിൽ, ലോക കേരള സഭ അംഗം ജേക്കബ് മാത്യു എന്നിവർ പങ്കെടുത്തു. സൽമാബാദ് ഗോൾഡൻ ഈഗിൾ ഹെൽത്ത് ക്ലബ്ബിൽ നടന്ന സ്മൃതി ഗ്രാൻഡ് ഫിനാലെയുടെ സമ്മാനദാനത്തെ തുടർന്ന് മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിച്ച ട്രിക്സ് മാനിയ 2.0യും ടെലിവിഷൻ സംഗീത പരിപാടികളിലൂടെ പ്രശസ്തരായ പിന്നണി ഗായകരായ ഭരത് സജികുമാറും ആഷിമ മനോജും ചേർന്നൊരുക്കിയ സംഗീത നിശയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് 3 ദിവസം ബഹ്റൈനിലെ വിവിധയിടങ്ങളിൽ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് 400-ലധികം തൊഴിലാളികൾക്ക് ഉച്ചഭക്ഷണം, അത്താഴ പാക്കറ്റുകൾ, മധുര പലഹാരങ്ങൾ, വാട്ടർ ബോട്ടിലുകൾ എന്നിവ വിതരണം ചെയ്തു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് നടത്തിവരാറുള്ള സോഷ്യൽ അസിസ്റ്റൻസ് ഡ്രൈവിന്റെ ഭാഗമായാണ് ഈ പരിപാടികൾ നടന്നത്. മറ്റു വാർത്തകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഐക്യരാഷ്ട്രസഭ. സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായ നിലയിൽ പോകുന്നത് വേദനയുണ്ടാക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഗുട്ടറസ് പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മേഖലയിൽ സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നുവെന്ന് പാകിസ്ഥാൻ രക്ഷാസമിതിയോട് പരാതിപ്പെട്ടു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ UN നേരത്തെ ആശങ്ക അറിയിച്ചിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് UN സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത്. നേരത്തെ തന്നെ ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരുന്നു. ഏത് തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാനും UN ഒരുക്കമാണെന്നും സെക്രട്ടറി ജനറൽ അറിയിച്ചു. യുദ്ധമൊന്നിനും പരിഹാരമല്ലെന്നും ഇന്ത്യ പാക് അതിർത്തികളിൽ വർദ്ധിച്ചുവരുന്ന ആശങ്ക അവസാനിപ്പിക്കണമെന്നുമാണ് UN ആവശ്യപ്പെട്ടത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത ശക്തമായി നിൽക്കെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് 10 നിർദ്ദേശങ്ങൾ. കാർഗിൽ യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത മോക്ക് ഡ്രില്ലാണ് ഇതിൽ പ്രധാനം. കേരളമടക്കമുള്ള കടലോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാമെന്നതാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് നാളെയുമായാണ് ദേശവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കാനുള്ള കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത്. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് മോക്ക് ഡ്രിൽ നടക്കുകയെന്നാണ് ലഭ്യമായ വിവരം. ആകാശമാർഗമുള്ള ആക്രമണം തടയാൻ എയർ സൈറൺ, ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാനും താമസിപ്പിക്കാനുമുള്ള സൗകര്യം, രാത്രി വിളക്കണച്ച് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ തുടങ്ങി 10 നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇത്രയും വിപുലമായ തയ്യാറെടുപ്പിന് നിർദ്ദേശമുണ്ടായിരുന്നില്ല. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ തീര സംസ്ഥാനങ്ങൾക്കാണ് നിർദ്ദേശം. ഇതിനു പുറമെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നഗർ ഹവേലി, മധ്യപ്രദേശ് എന്നീ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരളത്തിലെ എല്ലാ അണക്കെട്ടുകൾക്കും സുരക്ഷ കൂട്ടി കേന്ദ്രം. കൂടുതൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തി വൈദ്യുതി ഉൽപാദന, ജലസേചന ഡാമുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾക്കും സുരക്ഷ കൂട്ടി. കേന്ദ്രത്തിന്റെ അടുത്ത അറിയിപ്പ് ലഭിക്കും വരെ അധിക സുരക്ഷയുണ്ടായിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിമാരുടെ യോഗവും ചേർന്നു. പടിഞ്ഞാറൻ അതിർത്തിയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങൾ ഉടൻ തയ്യാറെടുപ്പ് നടത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. എയർ റെയ്ഡ് സൈറൺ സ്ഥാപിക്കുക, അടിയന്തര ഒഴിപ്പിക്കൽ തുടങ്ങിയവയിൽ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനാണ് നിർദ്ദേശം. ഇതനുസരിച്ച് 259 ഇടങ്ങളിൽ ഇതിനായി നാളെയാണ് മോക്ക് ഡ്രില്ല് നടത്തുക. ശക്തന്റെ തട്ടകത്തിൽ ഇന്ന് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. ജനസാഗരത്തെ ആവേശത്തിലാഴ്ത്തി വടക്കുംനാഥ സന്നിധിയിൽ കുടമാറ്റം. പടിഞ്ഞാറേ നടയിലെ ഇലഞ്ഞിത്തറ മേളത്തിന് പിന്നാലെയാണ് കുടമാറ്റം ആരംഭിച്ചത്. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ 15 ഗജവീരന്മാർ ഇരുഭാഗങ്ങളിലായി നിരന്ന് കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി. ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചത്. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറിയത്. തൃശൂർ തേക്കിൻകാട് മൈതാനവും വടക്കുംനാഥ സന്നിധിയും സ്വരാജ് റൗണ്ടുമെല്ലാം ജനസാഗരമാണ്. കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിയതോടെയാണ് പൂരം ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത്. രാവിലെ 7:30യോടെ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുംനാഥ സന്നിധിയിലെത്തിയതോടെ പൂരപ്രേമികൾക്ക് ആവേശമായി. പിന്നാലെ വിവിധ ഘടകപൂരങ്ങളും എത്തി. നാളെ പുലർച്ചെ 3 മണിക്കാണ് വെടിക്കെട്ട് നടക്കുക. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.